ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമ്മ വ്ളോഗ്സിൻ്റെ ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഇച്ചിരി വെയിലും വെട്ടവും ഒക്കെ ഉണ്ട്. രാവിലെ തന്നെ അതുകൊണ്ട് അലക്കും പിറക്കും തൂത്തുവാരും തുടയ്ക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. പെട്ടെന്നെല്ലാം ഒന്ന് ഓടിച്ച് ചെയ്തു. തുടയ്ക്കാനൊക്കെയുള്ള അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പെട്ടെന്നൊന്ന് തൂത്ത് തുടച്ചു. സിറ്റൗട്ടായിരുന്നു ഇച്ചിരി ഇതായിട്ട് വന്നത്. അത് എന്നാണെന്നറിയോ, ഈ പൂച്ചയൊക്കെ വന്ന് കയറുന്നുണ്ടെന്നേ. ഇവിടെ ആരുടെയാണെന്ന് പറഞ്ഞില്ല, കുറേ പൂച്ചകളുണ്ട്. അതെല്ലാം സന്ധ്യ ആകുമ്പോഴത്തേക്കും പകൽ നമ്മളില്ലാത്ത സമയത്തൊക്കെ കഥ അടച്ചിട്ട് അന്നേരം വന്ന് കയറി കിടക്കും ചവിട്ടിയിലൊക്കെ. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തൊന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. രാവിലെ എല്ലാ പണികളും കഴിഞ്ഞു. എന്താ പറയുന്നത്, അത് കഴിഞ്ഞപ്പം എനിക്ക് ഉപ്പുകാർക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ വെയിലല്ലേ, വെയിലായതുകൊണ്ട് സ്കൂട്ടി കൊണ്ട് ചുമ്മാ ഇലയിലൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഇലയിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഉപ്പുകാർക്ക് പോയിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് പോയി തിരി എത്തിക്കാനായിട്ട് ഒരു മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ അടുത്തിടെയായിട്ട് എല്ലാ ദിവസവും ഓരോരുത്തർക്കും മാതാവിൻ്റെ അടുത്ത് പോകണം കേട്ടോ. ഞാൻ സാധാരണ വെള്ളിയാഴ്ച മാത്രമായിരുന്നു നേരത്തെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇത് പറയുമ്പോഴത്തേക്കും ഇന്നൊന്ന് കത്തിച്ചേക്കാം, വസന്തമേ പരീക്ഷയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ പോയി ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് എന്നൊന്ന് പറഞ്ഞോളൂ മാതാവിൻ്റെ അടുത്ത് പോക്കാണ്. ഇന്നലെ പോയില്ല, മിനിയാന്ന് പോയി, അങ്ങനെ അപ്പോൾ എന്തായാലും മാതാവിൻ്റെ അടുത്തും പോകണം. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് കേട്ടോ. മാതാവിൻ്റെ അടുത്ത് എന്നും പോകാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എന്നാ പറയുന്നത്, പിന്നെ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ റെഡിയാക്കുന്നുണ്ട്. എന്നാന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം വന്നു കഴിഞ്ഞിട്ട്. അത് നിങ്ങൾ പലരും കഴിക്കാത്തതൊക്കെ ഒരു സംഭവമായിരിക്കും കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അത് നമ്മൾ പോയിട്ട് വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കകത്തേന് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം. ഇതെല്ലാം പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും വായോ, മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓടിപ്പോയി വീഡിയോ കാണാൻ വായോ. അപ്പോൾ ഇന്ന് രാവിലെ ഏതായാലും നല്ല സൂപ്പർ വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ഞാൻ ഉപ്പുകറിക്കൊക്കെ പോയിട്ട് സ്കൂട്ടിയൊക്കെ കൊണ്ട് വെച്ചു. എന്താ പറയുന്നത്, കരിഞ്ഞു പോകുന്ന സൈസ് വെയിൽ കേട്ടോ. എൻ്റെ പോലെ ഒന്നേ വെയിൽ അല്ലേ മഴ. പക്ഷെ മഴ മൂടലുണ്ട്. അപ്പുറത്ത് മലയുടെ അപ്പുറത്തോട്ട് മഴ മൂടലും ഉണ്ട്. ഉച്ചയുമ്പോഴത്തേനും മഴയ്ക്കുള്ളതായിരിക്കും. എന്തായാലും ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. എൻ്റെ മണി പ്ലാന്റ് എല്ലാം കരിഞ്ഞു പോയി. എന്നാ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഈ നല്ല മണി പ്ലാന്റിനും എന്തോ പറ്റി, ഇതിനും എന്തോ പറ്റി, എന്നാ പറ്റിയതാണെന്ന് അറിയത്തില്ല. അതാണ് ഇപ്പോൾ ഒരു സങ്കടം. മറ്റേ ചെടിക്കൊന്നും കുഴപ്പമില്ല, എന്നാണെന്ന് അറിയത്തില്ല. ഉപ്പറക്കൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം കരുവാളിച്ച് പോകണം, മുഖവും കൈയൊക്കെ നല്ല വെയിൽ. ഇന്ന് മാതാവിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവിടെ നിറച്ച് ഏലമെല്ലാം പറിച്ച് കളഞ്ഞിട്ട് അവർ വേറെ എന്തോ നടാനായിട്ടുള്ള നിറച്ച് പണിക്കാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പോയി തിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഉപ്പറയ്ക്ക് പോയ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി, എല്ലാം സെറ്റാക്കി റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു പുതിയ സാധനം, വെറൈറ്റി അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ഇവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി മറ്റേ വലിയ വെളുത്തുള്ളി കേട്ടോ. അതിൻ്റെ തൊലി ഇങ്ങനെ തീരെ നൈസ് മാതിരിയേ ഉള്ളൂ, കനം. അതുകൊണ്ട് ഞാൻ കഴുകി എടുത്താണ് കേട്ടോ. പിന്നെ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെയാണ് വേണ്ടത്. പിന്നെ വാഴയില വേണം. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാവേ. അപ്പം ഞാൻ വേണ്ട ഈ ജീരകവും വെളുത്തുള്ളി അതുപോലെ തന്നെ ഈ ഉഴുന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. അപ്പം ഈ കഴുകി നല്ല വൃത്തിക്കിട്ട വെള്ളമാണ്. ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് അറിയല്ലേ, ഞാൻ ചെറിയ ജാറാണ് എടുത്തത്. വലിയ ജാർ എടുക്കണോ? എളുപ്പപ്പണി കാണിക്കുന്നത് ഇതൊക്കെ. വലിയ ജാറൊക്കെ ഉണ്ടായിട്ടേ. അപ്പം ഇതായാലും നോക്കാം നമുക്കല്ലേ. വെള്ളം എന്തായാലും ഇവനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നു കേട്ടോ. അതായത് വെളുത്തുള്ളി ജീരകവും ഉഴുന്നും കൂടെ നന്നായിട്ട് ഇവനെ ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പം അവനെയൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ തന്നെയില്ല, അത്ര അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ തേങ്ങ ചിരകിയത് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവേ. കണ്ടോ, തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മാവും ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കും.
കണ്ടോ? ഇവൻ്റെ പേരാണ് ഇൻട്രിയപ്പം. അതായത് ക്രിസ്ത്യൻസിൻ്റെ ഒരു വലിയ ഏറ്റവും അവരുടെ വലിയ നോയമ്പിനുണ്ടാക്കുന്ന ഒരു അപ്പമാണ്. പക്ഷേ അതെന്താ എന്നിട്ട് ഹിന്ദുവായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പം വിചാരിക്കുമായിരിക്കും. ഇന്നവർക്കേ ഉണ്ടാക്കാവുള്ളൂ എന്നൊന്നുമില്ല. പക്ഷേ ഉണ്ടാക്കാവുന്നുള്ള ഒരു അപ്പം ഉണ്ട്, അതായത് കുരിശപ്പം. ഇങ്ങനെ തന്നെ മാവ് ഉണ്ടാക്കിയിട്ട് അവർ കുരുത്തോലയൊക്കെ വാങ്ങിച്ച് ഓശാന ഞായറിന് ഓല കിട്ടിയല്ലേ, അങ്ങനെ കുരുത്തോലയൊക്കെ വാങ്ങിച്ചിട്ട് ആ കുരുത്തോല വെച്ച് കുരിശ് വെച്ചപ്പോൾ ഉണ്ടാക്കും. അത് നമുക്ക് ഹിന്ദുക്കൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. അല്ലാണ്ട് ഇതുണ്ടാക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇത് സാധാ പുളിപ്പിക്കാത്ത മാവ് വെച്ചുള്ള ഒരു അപ്പം, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പൊന്നെ. അത് തന്നെയല്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് അത്ര ഇതില്ല. ഓർഡർ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഓ അമ്മ ഒന്നും പറയണ്ട, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പിന്നെ വ്യാഴാഴ്ച വൈകിട്ടാണ് നോക്കിയിരിക്കും. സന്ധ്യ ഇതുക്കുള്ളിയാഴ്ച ശബ്ദം നശിക്കും. എന്നാന്ന് ചോദിച്ചാൽ വ്യാഴാഴ്ച തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എനിക്കിഷ്ടം, വായി വെള്ളം വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അപ്പമാണ്. എല്ലാവർക്കും, എൻ്റെ ഈ കുടുംബത്തുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ തേങ്ങായും അരിപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ യോജിപ്പിച്ച് സെറ്റാക്കി. ഇനി ഈ ഉഴുന്നും വെളുത്തുള്ളി ജീരകം കൂടെ അരച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇച്ചിരി വലിയ പാത്രം വേണമായിരുന്നു, അല്ല കുഴച്ച് വരുമ്പോൾ ഓക്കെ ആവും. എന്നിട്ട് നമുക്ക് ഇവനെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഈ ഇതിൻ്റെ നനവും മുന്നുള്ള പൊടിയോ ഉള്ളെങ്കിൽ ഓക്കെ. ഇതല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളമാണ്, അതായത് തിളച്ച വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് ഇവനെ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കുക. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഇതിന് വേറെ പ്രത്യേകിച്ച് എന്താ മധുരമോ അങ്ങനെയൊന്നുമുള്ള ടേസ്റ്റില്ല. പക്ഷെ എനിക്കറിയത്തില്ല, ഇത് ഈശോയെ ഇതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരു അപ്പം ഉണ്ടായിരിക്കും. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഓർത്തു ഇച്ചിരി ഇൻട്രിയപ്പം അങ്ങോട്ട് ഉണ്ടാക്കാം, ചുമ്മാ ഇരിക്കില്ലെന്ന്. പക്ഷെ ഇന്നുണ്ടല്ലോ രാവിലെ ഒരു കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ട്. ആരും വരാനാണോ എന്നാന്ന് അറിയത്തില്ല. കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുന്നുണ്ട്. ആര് വരും, എപ്പോൾ വരും, എന്നാ വരും എന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ആ ഉഴുന്നിൻ്റെ ഉണ്ടല്ലോ അതിനകത്ത് അതങ്ങോട്ട് കഴുകി ഒഴിക്കുവാണേ. നന്നായിട്ട് കഴുകി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി അതിനകത്തുണ്ട് ഇച്ചിരി ഉഴുന്നിൻ്റെ കൂടെ. അപ്പോൾ നമുക്കൊരു ശകലം വെള്ളം കൂടെ വേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നന്നായിട്ട് ഇവനെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഉപ്പ് കുറവാണോ ഉപ്പ് കൂടുതലാണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഇവനെ ഉണ്ടാക്കുന്നത് ഞാലിപ്പൂവനല്ല, വാഴയില വെട്ടി വെയിലത്തിട്ട് വാട്ടണം. ഞാൻ വാട്ടിയെടുത്തോണ്ട് വെച്ചാണ് കേട്ടോ. ഇതുണ്ടോ, എന്നിട്ട് ഇങ്ങനെ പീസ് പീസാക്കി തുടച്ച് നല്ല നീറ്റാക്കി എടുക്കണം. എന്നിട്ട് അതിനകത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ തട്ടയെ വെച്ച് ആവി കയറ്റിയാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. കുഴയ്ക്കുമ്പം ലേശം ഉപ്പ് മുമ്പോട്ടേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ മാവൊക്കെ കുഴച്ച് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇവനെ ഒന്നുകൂടെ റെഡി ആക്കിക്കൊണ്ട് വരട്ടെ. എൻ്റെ കയ്യിൽ എല്ലാം കൂടെ ഒന്ന് ഓക്കെ ആക്കിക്കൊണ്ട് വരട്ടെ. അത് ഇനി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതെല്ലാം എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല. വെയിലത്തോട്ട് നന്നായിട്ട് ഇല ഒന്ന് ഇങ്ങനെ കീറിയിട്ട് തുടച്ചിട്ട് വെയിലത്തിടുക. വെയിലത്തിടുമ്പോഴത്തേന് ഇങ്ങനെ വാടിക്കിട്ടും. വാടിക്കിട്ടുമ്പം പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മാവിനെ ഇങ്ങനെ ഒരു കുറേശ്ശെ മാവ് എടുക്കുക, ഇങ്ങനെ നടുക്കൂട്ട് വയ്ക്കുക. എന്നിട്ട് ഇവനെ കൈ വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഇല വലുതാക്കി എടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ഇല ചെറുതായിപ്പോയി, ഈ ഇല ഇച്ചിരി ചെറുതായിപ്പോയി. അല്ല വലിയ ഇല ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ 4 സൈഡും ഈ മാവേലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. അയ്യോ കാണത്തില്ലല്ലേ, ഇങ്ങനെ ഒട്ടിച്ച് വെക്കും കണ്ടോ കണ്ടോ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടയിലോട്ടങ്ങ് വെക്കും. ഞാനുണ്ടല്ലോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അന്നേരം പിന്നെ ഇത് നോക്കിയിരിക്കണ്ടേ, ഇത്രയും കാലം കഴിയണ്ടേ കിട്ടണം, 1 വർഷം കഴിയണ്ടേ കിട്ടണമെങ്കിൽ. അപ്പോഴത്തേക്കും ഞാൻ പണ്ട് പണിയാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ചേച്ചി എൻ്റെ ആ കൊതി കണ്ടിട്ട് പറഞ്ഞു തന്നാ കേട്ടോ, നീ ഇങ്ങനെ ഉണ്ടാക്കിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. ദൈവം ഒരിടത്തും ഹിന്ദുക്കളെ ഉണ്ടാക്കാവുള്ളൂ, ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാവുള്ളൂ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ആചാര പ്രകാരം കുരിശ് വെച്ചുള്ളത് ചെയ്യരുത്. അത് കുരിശ് വെച്ചൊക്കെ ഉള്ളത് ചെയ്യണമെങ്കിൽ നന്നായിട്ട് നോയമ്പൊക്കെ എടുത്ത് എന്താ പറയുക
നോയമ്പൊക്കെ എടുത്ത് കുമ്പസാരിച്ച്, അവരുടെ ഇതിൽ കുമ്പസാരമൊക്കെ അല്ലേ ഏറ്റവും വലുത് ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ. അപ്പോൾ കുമ്പസാരിച്ച് ഓസ്തിയൊക്കെ സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ കുരിശപ്പം ഉണ്ടാക്കുന്നില്ലാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്തോളാൻ പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ചതുരം മുളക്ക് മടക്കാനൊന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ നമ്മുടെ ഇലയപ്പം മുളക്കൊക്കെ അങ്ങ് മടക്കി വെക്കും. എന്നാണേലും ഈ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പ്രത്യേക ഒരു സ്മെല്ലാണ് ആ വെളുത്തുള്ളിയുടെ ആ ഉഴുന്നിൻ്റെയും കൂടെ. ഒരു പ്രത്യേക രുചിയാണ്. ഇന്നാളൊരു ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ കൂടപ്പുറപ്പുകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമായത്. അപ്പം അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോൾ അമ്മ എന്നെ കളിയാക്കി കൊന്നു. എന്നാന്നറിയോ, ഞാൻ വലുതായിട്ട് ഭയങ്കര വലുതായിട്ട് അങ്ങ് ഉണ്ടാക്കി. 4 ഉണ്ടാക്കേണ്ടി മാവ് കൊണ്ട് 1 ഉണ്ടാക്കി. എന്നിട്ട് അമ്മേനെ കളിയാക്കായിരുന്നു, എടി ഇങ്ങനെ അല്ലടി ഉണ്ടാക്കേണ്ടത്, കുറച്ച് മാവേ വെക്കാവുള്ളൂന്നും പറഞ്ഞ്. അതിൽ പിന്നെ ഇന്ദ്രിയപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ അമ്മേനെ ഓർക്കും. അപ്പം ഇന്നലെ ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ വീഡിയോയുടെ തമ്മിലേ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞിട്ടിട്ടില്ലായിരുന്നോ. അപ്പോൾ ഒരു കൊച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് പൊളിച്ച് കേട്ടോ. അതും ഞാൻ എന്നാ അറിയാം, നമുക്ക് എന്തെങ്കിലും ഇത് ഞാനാണേലും അതെ, എനിക്ക് വെള്ളമൊക്കെ വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും അമ്മയോട് പറയുന്നു, അമ്മയോട് ഇറച്ചി എല്ലാം കൂടെ തീറ്റിച്ചിട്ടാണ്. ഞങ്ങൾക്ക് കുഞ്ഞിൽ ഒത്തിരി ഇറച്ചി ഇതെല്ലാം മേടിച്ച് തരുമായിരുന്നു കേട്ടോ. മോനായും കൂടെ അറിവായി പിന്നെ എപ്പോഴും ഇറച്ചിയും കാര്യങ്ങളുമായിരുന്നു നമ്മുടെ വീട്ടിൽ. കാരണം കഴിച്ച് വളരട്ടെ എന്ന് കരുതി. അപ്പം മിക്കവാറും തന്നെ ഇറച്ചിക്കറിയൊക്കെ ആയിരിക്കുമേ. അപ്പോൾ ഞങ്ങളെ കൊതി തീരെ തിരിച്ച് വളർത്തിയതാണ്. അതിന് ഞാൻ പറയും, ഈ പൊണ്ണത്തടി ഞങ്ങൾക്ക് എല്ലാവർക്കും വരുത്തിയതാണ്, ഈ അമ്മ ഒറ്റ ഉള്ള ഇറച്ചിയെല്ലാം കൂടി ചുട്ടു തന്നാന്ന് പറയും കേട്ടോ. കളിയാക്കി ചുട്ടും തരുമായിരുന്നു. നല്ല ടേസ്റ്റ് അതിന്, പറയാതിരിക്കാൻ തന്നെ. അപ്പം തിന്ന് തന്നെ വളർന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളാരും ഇങ്ങനെ വേറെയുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരുത്തർക്കും ഒരു കുഞ്ഞുങ്ങൾക്കും വന്നിട്ടില്ല. ഞങ്ങളുടെ ആണെങ്കിൽ ഈ ഇത്ര എണ്ണത്തിനും ഇപ്പോഴാണ് പിന്നെ ഈ അടുത്തിടയ്ക്കാണ് കുട്ടായിക്കൊക്കെ ആണെങ്കിലും അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നത്. അതൊക്കെ ഇപ്പോഴത്തെ ഈ ഫുഡിൻ്റെ ഇതുകൊണ്ടാണ്. അല്ലാതെ പണ്ട് ചാച്ചനും അമ്മയും നോക്കിയ സമയത്ത് അവർ ഞങ്ങളെ പൊന്നു കൊടുക്കാൻ നോക്കി. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അമ്മയ്ക്കാണ് കുറ്റം അല്ലേ, എന്നാ വന്നാലും അമ്മയ്ക്കാണ് കുറ്റം. അമ്മ അത് ചെയ്തിട്ടാ അല്ല അമ്മ ഇങ്ങനെ ചെയ്തിട്ടാ അത് പറയും. അത് ഓർത്തപ്പോൾ ഞങ്ങൾക്ക് ഇട്ടതാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും ഓർത്തിട്ടതല്ല. അത് ഇന്നലെ ഇത് കിടക്കുന്നുണ്ട്, കമൻറ്റ് കിടക്കുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇന്ദ്രിയപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഇതിനകത്ത് നിറച്ചാക്കും നമ്മുടെ ഈ പാത്രത്തിൽ. എന്നിട്ട് ഇന്ന് ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചേട്ടായിക്ക് ഇഷ്ടമാണ് ഇത്. ഞാനിപ്പോൾ ഏതെങ്കിലും പഴം കൂട്ടി കഴിക്കണം, അന്നേരം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി വെക്കട്ടെ. ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ ഇനി. അപ്പം മൊത്തം ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്താക്കി സെറ്റാക്കി വെച്ച് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ദേ കണ്ടോ, ഇനി നല്ല സ്മെല്ലാണെന്നറിയോ, നല്ല സ്മെല്ലാണ് ഇവന് ആവി കയറുമ്പോഴത്തേക്കും കേട്ടോ. വാഴയിലക്കകത്ത് ഉണ്ടാക്കുന്നതിനേ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഏതായാലും ഇവനിരുന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ചൂടിണ്ടിയപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഒന്ന് ഓഫാക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കിക്കേ ഇരിക്കുന്നത് ഇരിപ്പ് കണ്ടോ. 2-3 ഒരു പ്ലേറ്റിനകത്തോട്ട് ഞാൻ എടുക്കട്ടെ കേട്ടോ. ഇവൻ തണുത്ത് കഴിഞ്ഞ് പഴം കൂട്ടി കഴിക്കാനാണ് ബെസ്റ്റ് കേട്ടോ. അന്നാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചൂടാറുന്നണം വരെ ഒന്നും ഇരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഞാൻ ദേ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവനെ ഇങ്ങനെ ഈ വാഴ ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കും. ഈ മണം അടിച്ചതിന് ഉണ്ടല്ലോ ഒരു പ്രത്യേക വൈബാ, ഒരു പൊളി സംഭവം. എൻ്റെ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇത് പൊളിയാന്നുള്ളത്. എന്നിട്ട് ഈ ഇലയൊക്കെ ഇങ്ങോട്ട് മാറ്റണം. എന്നിട്ട് ഉപ്പൊക്കെ ഉള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ്. അല്ലെങ്കിൽ മഴയിലേക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ, പ്രത്യേക ഒരു മണമാണ് അല്ലേ. അപ്പം തന്നെ പക്ഷെ ഇത് കഴിക്കുന്ന സുഖം നല്ലൊരു ഞാൻ പറയുന്നത് ഇഷ്ടത്തോടെ കൂടി കഴിക്കാൻ തോന്നുന്നത് തണുത്ത് കഴിയുമ്പോൾ കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ പഴവും കൂടി കഴിക്കണം. ഇതേ പഴമുണ്ട്, ഞാലിപ്പൂവൻ പഴവും അതുപോലെ തന്നെ ഇൻഡറി അപ്പവുമാണ് ഇന്ന് എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. ഞാനിപ്പം എന്താ പറയുന്നത് ചോറ് കഴിക്കുന്നേ ഇല്ല കേട്ടോ.
പക്ഷേ അരിയുടേത് ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും പുട്ടോ ഇഡ്ഡലിയോ ദോശയോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ചോറിനൊന്നുമില്ല. എന്നിട്ടും വല്ല പൊണ്ണത്തടിക്കും കുറവുണ്ടോയെന്ന് കണ്ടോ? ഒരു രക്ഷയില്ല. എന്നെ എല്ലാവരും കളിയാക്കാം, നീ ചോറൊക്കെ തിന്നായിരുന്നു നിനക്ക് ഒരു അസുഖം വരും, നിനക്ക് വണ്ണം കുറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ വണ്ണം കുറഞ്ഞോളൂ. നമ്മൾ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ചലഞ്ച് ഏറ്റെടുത്ത് എല്ലാം ഇതായിട്ട് വേണം നിങ്ങളോട് പറയാൻ എന്ന് വിചാരിച്ചാണ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറയാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനത്തെ 2 ഇൻട്രിയപ്പവും കഴിക്കും, 3 ചെറുപഴം കൊടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്, അതും കഴിക്കും. അതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ. നിങ്ങളിൽ ഒത്തിരി പേരും കഴിക്കാത്ത ഒരു പലഹാരമായിരിക്കും ഇത് കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇഷ്ടം തോന്നുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാം. അപ്പം ഞാൻ സൂത്രം കാണിച്ചു തരാവേ. നമ്മുടെ സിറ്റൗട്ടിൻ്റെ ജനലേലുണ്ടല്ലോ, ഉണ്ടോ പോയി മറന്ന് മഞ്ഞക്കിളിയും വരുന്നതൊക്കെ കിളിയാണോ ഈ ജനലേ വന്ന് കൊത്തുമായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്കും പോയി ഉണ്ടോ. പിള്ളേരുടെ കമ്പിളി എടുത്ത് വെയിലത്ത് വെച്ചാൽ കേട്ടോ, വെയിൽ കൊള്ളട്ടേന്ന് ഓർത്ത്. ഞാൻ ഇന്നാള് വളകോട്ടിലൊരു മഠത്തിൽ പോയില്ലേ, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്, അവിടെ നിന്ന് കൊണ്ടുവന്ന ഡാലിയ ചെടിയാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കണ്ടത്, ഇതിൻ്റെ പുറകിലാണ് കേട്ടോ പൂക്കണമായിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല ഈ മഞ്ഞയുള്ളതുകൊണ്ട്. നോക്കി 4-5 പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ 2 കീരി 2 ഉണ്ടായിരുന്നേ. ഞാൻ പമ്മി ഇറങ്ങി വന്ന, പക്ഷേ ഇങ്ങോട്ടേക്ക് ജോസിയുടെ പറമ്പിലോട്ട് കയറി നമുക്ക് നോക്കാം ഉണ്ടോയെന്ന്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും കേട്ടോ. ദൈവമേ, ഇങ്ങോട്ടേക്ക് ചാടിപ്പോയി, കണ്ടില്ല, കാണാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നെ, ഇങ്ങോട്ടേക്കാണ് കയറിയത്. അതുകൊണ്ട് അതിലേ പമ്മി വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറിപ്പോയി. നമ്മുടെ അനക്കം കേൾക്കുമ്പോഴത്തേനും എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കും, കണ്ടുപിടിക്കാൻ പാടാ. പോയി കണ്ടോ, മഴയാണ് ഇങ്ങനെ വെള്ളമെല്ലാം അളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ വഴി. ഇവിടെ എല്ലാം ഒന്ന് ഉണങ്ങി നല്ല സെറ്റായി കുട്ടപ്പനായി കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. നല്ല രസമുണ്ടല്ലേ. സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ വെള്ളമൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി നേരം ഇറങ്ങി ഇതിലേക്കൊന്ന് നടക്കാനൊക്കെ നല്ലതാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും. കണ്ടോ, ഒരു കൂട്ടം കാണിച്ചു തരാവേ. കുറേ പേർക്കൊക്കെ അറിയാമെന്നായിരിക്കും. ഞാൻ ഇതിലേക്ക് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും മുട്ടിയതൊക്കെ വേണ്ട ഇങ്ങനെ ഉറങ്ങിപ്പോയി. കണ്ടോ, തൊട്ടിട്ടുണ്ടേ 1.5 ഇവൻ ഉറങ്ങും. ഇവൻ്റെ പേരാണ് തൊട്ടാവാടി. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം കല്യാണിക്കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുവേ, തൊടുന്നതേ പാടിപ്പോവും. ഈടെ ഒരു റീൽസ് കണ്ടായിരുന്നു ഞാൻ കേട്ടോ. ഒരു അറബിയുടെ വീട്ടിൽ ചെന്നേ, അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു ചെടി കാണിച്ചു തന്നേ, മലയാളി 100 ദിറംസിന് കൊണ്ട് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു. എന്നതാണെന്നറിയാമോ, നമ്മുടെ തൊട്ടാവാടി കേട്ടോ. ആടിനും മുയലിനും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത്. ഭയങ്കര ഔഷധ ഗുണമുള്ള മരുന്നും കൂടെ കേട്ടോ. കണ്ടോ പാടി പോകുന്നേ. ഇത് കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്നാൽ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. വേണ്ടേ, കുറേ അധികം തുണികൾ തേക്കാനുണ്ട്, അതും കൂടെ അങ്ങ് തേച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ തീപ്പൊട്ടിയുടെ ഞാൻ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതും കൂടെ തേച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ കുറേ ഷർട്ടുണ്ട് ഈ പ്രാവശ്യം, പിന്നെ എൻ്റെ കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തേച്ച് അലമാരിക്കകത്ത് കുട്ടപ്പനാക്കി വെക്കുവാണെങ്കിൽ പിന്നെ എവിടോട്ടെങ്കിലും പോകുന്നേരം എടുത്തിട്ടുകൊണ്ട് പോയാൽ മതിയല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും അതൊക്കെ തേക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.